അടുത്ത വർഷം നടക്കാനായിരിക്കുന്ന ICC T20 ലോകകപ്പിന് മുന്നോടിയായി ടീം ഇന്ത്യയുടെ ബെഞ്ച് നിര ശക്തമാക്കാനായി ഒരുങ്ങിയിരിക്കുകയാണ് കോച്ച് ഗൗതം ഗംഭീർ. IPL കരുത്ത് കാട്ടിയ പ്രകടനങ്ങളുമായി കളനിറഞ്ഞ താരങ്ങൾ ടീമിലേക്ക് എത്തുമ്പോൾ T20 സ്ക്വാഡിൽ തീർച്ചയായിട്ടും അടിമുടി മാറ്റങ്ങൾക്കുള്ള സാധ്യതകളാണ് നിലവിൽ പറയുന്നത്. ചില താരങ്ങളുടെ തിരിച്ചുവരവ് ഉൾപ്പെടെ ദേശീയ മാധ്യമങ്ങൾ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. IPLൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾ ഉൾപ്പെടെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ടീം ഇന്ത്യയിലേക്കുള്ള സെലക്ഷനായി കാത്തിരിക്കുന്നത്. ടീമിലെ പല റോളുകളിലേക്കും ബാക്കപ്പ് താരങ്ങളെ ടീം ഇന്ത്യക്ക് ആവശ്യമാണ്. അതിനാൽ തന്നെ ഇനിയുള്ള പരമ്പരകളിൽ പലരെയും ഗംഭീർ പരീക്ഷിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. നിലവിൽ T20 പ്ലാനുകളുടെ ഭാഗമല്ലാത്ത ചില കളിക്കാർക്ക് ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയിൽ ടീമിൽ സ്ഥാനം ലഭിച്ചേക്കുമെന്നും ഇവരെ T20 ഫോർമാറ്റിൽ ടീം ഇന്ത്യയെ മുഴുനീള കളിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ കാണുമ്പോൾ IPLൽ മികച്ച പ്രകടനവുമായി കളനിറഞ്ഞ 3 താരങ്ങളുടെ പേരാണ് ഈ ലിസ്റ്റിലേക്ക് എത്തുന്നത്. ആദ്യം തന്നെ IPLൽ തകർപ്പൻ പ്രകടനവുമായി കളനിറഞ്ഞ കൃണാൽ പാണ്ഡ്യയുടെ പേരാണ് ഈ ലിസ്റ്റിൽ ആദ്യമുള്ളത്. നിലവിൽ ജഡേജയുടെ അഭാവത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു റോൾ ഭംഗിയായി തന്നെ കൃണാലിന് കൈകാര്യം ചെയ്യാനായി സാധിക്കുമെന്ന് RCBക്ക് വേണ്ടി അദ്ദേഹം കഴിഞ്ഞ സീസൺ IPLൽ കാണിച്ചു തന്നിരുന്നു. ബാറ്റിംഗിലും ബൗളിംഗിലും ടീമിന് ആവശ്യമുള്ള സമയത്ത് തിളങ്ങാനായി സാധിക്കുന്ന താരത്തെ തന്നെയാണ് ടീം ഇന്ത്യക്കും ഓൾറൗണ്ടറായി ആവശ്യമുള്ളത്. നിലവിൽ ജഡേജയുടെ അഭാവത്തിൽ ഏറ്റവും അനുയോജ്യനായ താരം താൻ തന്നെയാണെന്ന് പ്രകടനങ്ങളിലൂടെ അദ്ദേഹം ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ്. അടുത്തതായി ഈ ലിസ്റ്റിലുള്ള താരം KL രാഹുലാണ്. മോശം സ്ട്രൈക്ക് റേറ്റിന്റെ പേരിലാണ് T20 ഫോർമാറ്റിൽ നിന്നും രാഹുൽ പുറത്തേക്ക് പോയത്. എന്നാൽ IPLലെ തന്റെ ഉജ്ജ്വലമായ പ്രകടനത്തോടുകൂടി T20 ടീമിലെ സ്ഥാനം അദ്ദേഹം ഡിമാൻഡ് ചെയ്യുക തന്നെയാണ്. നിലവിൽ സഞ്ജു സാംസണെയാണ് T20യിൽ ടീം ഇന്ത്യ വിക്കറ്റ് കീപ്പർ റോളിലേക്ക് പരിഗണിച്ചിരുന്നത്. KL രാഹുൽ എത്തുമ്പോൾ സഞ്ജുവിന് സ്ഥാനം നഷ്ടമാകുമോ തന്നെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. എന്നാൽ സമീപകാല പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയിലും സഞ്ജു തന്നെ തുടരാൻ തന്നെയാണ് സാധ്യതകൾ. T20 സ്ക്വാഡിലേക്ക് ടീം ഇന്ത്യ തീർച്ചയായിട്ടും തിരിച്ചു വിളിക്കുന്ന മറ്റൊരു താരം ശ്രേയസ് അയ്യർ തന്നെയാണ്. KL രാഹുലിനെ പോലെ തന്നെ മോശം സ്ട്രൈക്ക് റേറ്റിന്റെ പേരിലായിരുന്നു ശ്രേയസ് അയ്യരും ടീമിൽ നിന്നും പുറത്തായിരുന്നത്. എന്നാൽ IPLലെ തകർപ്പൻ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ T20 ഫോർമാറ്റിലേക്ക് ഏറ്റവും അനുയോജ്യനായ മിഡിൽ ഓർഡർ താരം താനാണെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. വരാനായിരിക്കുന്ന T20 ലോകകപ്പിന് മുന്നോടിയായി ടീം ഇന്ത്യയുടെ ബെഞ്ച് സ്ക്വാഡ് ശക്തിപ്പെടുത്താനുള്ള നീക്കം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. സായ് സുദർശൻ, ശശാങ്ക് സിംഗ് എന്നിങ്ങനെ ചില യുവതാരങ്ങളും ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയിലേക്ക് അരങ്ങേറുമെന്നുള്ള റിപ്പോർട്ടുകളും കാണുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.